ഗുഡ് മോർണിംഗ്. അപ്പം നമ്മൾ പറയാൻ പോകുന്ന ഓറിയൻറ്റേഷൻ പ്രിൻസിപ്പിളെ പറ്റിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഓറിയൻറ്റേഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഒരു സർക്കിൾ തരികയാണെങ്കിൽ അത് പാസ് ചെയ്ത് പോകുന്ന മൂന്ന് പോയിൻറ്റ്സിൻ്റെ ഓർഡേർഡ് ട്രിപ്ലറ്റാണ് ഓറിയൻറ്റേഷൻ നമ്മൾ പറഞ്ഞു അല്ലേ. ആൻഡ് ഇറ്റ് ഓൾസോ ഗീവ്സ് എസ് ദ ഡയറക്ഷൻ ഓഫ് ദ ഓറിയൻറ്റേഷൻ. ഏത് വഴിയാണ് സർക്കിളിൻ്റെ ഡയറക്ഷനും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ നമ്മൾ വേറൊരു കാര്യം പറഞ്ഞത്, ഒരു സർക്കിളിൽ Z1 Z2 Z3 ഓറിയൻറ്റേഷൻ അങ്ങനെയാണെങ്കിൽ സെറ്റ് ഓഫ് ഓൾ സെറ്റുകൾ, എങ്ങനത്തെ സെറ്റുകൾ, ഹൂസ് ഇമേജ് ഓഫ് ആരുടെ, ഈ സെറ്റും ഈ Z1 Z2 Z3 ഇവരുമായിട്ടുള്ള ക്രോസ് റേഷ്യോയുടെ ഇമേജ് പോസിറ്റീവ് ആണ് വരുന്നതെങ്കിൽ, ഓക്കെ, ഗ്രേറ്റർ ദാൻ 0 ആണ് വരുന്നതെങ്കിൽ, അങ്ങനെയുള്ള സെറ്റുകളൊക്കെ എവിടെ കിടക്കും? അങ്ങനെയുള്ള സെറ്റുകളൊക്കെ റൈറ്റ് സൈഡിലായിരിക്കും, സർക്കിളിൻ്റെ റൈറ്റ് സൈഡായിരിക്കും നമുക്ക് പറയാൻ പറ്റും. ആൻഡ് എന്തായിരിക്കും? സെറ്റ് ഓഫ് ഓൾ സെറ്റ് സച്ച് ദാറ്റ് ഇമേജ് ഓഫ് Z1 Z2 Z3 ഇത് ലെസ് ദാൻ 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം എന്ന് വെച്ചാൽ, ഈ ഓറിയൻറ്റേഷനിലെ പോയിൻറ്റ്സ്, ഈ സർക്കിളിലെ പോയിൻറ്റ്സുമായിട്ട് ക്രോസ് റേഷ്യോ എടുക്കുമ്പോൾ ആ ക്രോസ് റേഷ്യോയുടെ ഇമേജറി പാർട്ട് ലെസ് ദാൻ 0 വരുന്ന സെറ്റുകൾ, ഓക്കെ, അങ്ങനെയുള്ള സെറ്റുകൾ എന്ന് വെച്ചാൽ ക്രോസ് റേഷ്യോയുടെ ഇമേജറി പാർട്ട് പോസിറ്റീവായിട്ട് വരുന്ന സെറ്റുകൾ എന്ന് പറയുന്ന റൈറ്റ് സൈഡിലാണെങ്കിൽ, ക്രോസ് റേഷ്യോയുടെ ഇമേജറി പാർട്ട് ലെസ് ദാൻ 0 വരുന്ന സെറ്റുകൾ ഉണ്ടാവില്ലേ, അവരെ നമ്മൾ എന്ത് പറയും? നമ്മുടെ ഗാമയുടെ ലെഫ്റ്റ് സൈഡിലാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ളതെന്ന് പറയുന്നത് എന്തായിരുന്നു? ഓറിയൻറ്റേഷൻ പ്രിൻസിപ്പിൾ. ഓക്കെ, അപ്പോൾ എഴുതിക്കോളൂ 3.21 ഓറിയൻറ്റേഷൻ പ്രിൻസിപ്പിൾ. ഓറിയൻറ്റേഷൻ പ്രിൻസിപ്പിൾ നമ്മൾ സിമെട്രി പ്രിൻസിപ്പിൾ പറഞ്ഞ പോലെ തന്നെ വളരെ ഒരു സിമ്പിളായിട്ടുള്ളൊരു ഇതാണ്. തിയറം ഭയങ്കര സിമ്പിളാണ്. നമ്മളത് ചെയ്ത് അതേ മെത്തേഡ് തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. ആൻഡ് നമ്മൾ അതിൽ റിസൾട്ട് അപ്ലൈ ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പോൾ ഓറിയൻറ്റേഷൻ പ്രിൻസിപ്പിൾ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ ലെറ്റ് Γ1 ആൻഡ് Γ2 ബി ടു സർക്കിൾസ് ഇൻ C ഇൻഫിനിറ്റി. നമ്മൾ C ഇൻഫിനിറ്റി രണ്ട് സർക്കിൾസ് ആണെന്ന് വിചാരിക്കുക. ആൻഡ് ലെറ്റ് T be a Mobius transformation. T be a Mobius transformation such that എന്തായിരുന്നു? T ഓഫ് നമുക്കറിയാം Mobius transformation ഓഫ് Γ1 എന്തായിരിക്കും? Γ1 അത് എങ്ങോട്ടേക്ക്? സർക്കിൾ മാപ്സ് ടു സർക്കിൾ. നമുക്കറിയില്ലേ Γ1 ഈക്വൽ ടു Γ2 ആയിരിക്കും കേട്ടോ. എന്നുവെച്ചാൽ Γ2 എന്ന് പറയുന്നത് Γ1ൻ്റെ ഇമേജ് ആയിരിക്കും കൊണ്ട് T. അപ്പോൾ ലെറ്റ് ഓർഡർഡ് ട്രിപ്ലറ്റ് Z1 Z2 Z3. ഞങ്ങളുടെ ഓർഡർ ട്രിപ്ലറ്റും ക്രോസ് റേഷ്യോയും തമ്മിൽ മാറിപ്പോകരുത്. 3 പേരെ വെച്ചിട്ടാണ് എഴുതെങ്കിൽ അത് എന്താണ്? ദാറ്റ് ഈസ് ഓർഡർ ട്രിപ്ലറ്റ് ഓർ ഓറിയൻറ്റേഷൻ ആണ് കേട്ടോ. ക്രോസ് റേഷ്യോ വരുമ്പോൾ 4 പേര് വരുവേ, മാറിപ്പോകരുത് കേട്ടോ. BN ഓറിയൻറ്റേഷൻ ഫോർ. അപ്പോൾ Z1 ക്രോസ് എന്താണ്? ഈ ഓർഡർ ട്രിപ്ലറ്റ് Z1 Z2 Z3 എന്ന് പറയുന്നത് ആളുടെ ഓറിയൻറ്റേഷൻ ആയിരിക്കുക. BS ഓറിയൻറ്റേഷൻ ഫോർ Γ1. ദെൻ എന്ത് പറയുന്ന T എന്ന് പറയുന്ന T ടേക്സ് നമ്മുടെ Mobius ട്രാൻസ്ഫോർമേഷൻ ടേക്സ് ദി റൈറ്റ് സൈഡ് ആൻഡ് ലെഫ്റ്റ് സൈഡ് ഓഫ് Γ1 ഓൺ ടു ദി റൈറ്റ് സൈഡ് ആൻഡ് ലെഫ്റ്റ് സൈഡ് ഓഫ് Γ2. ഓക്കെ, അപ്പോൾ എന്താ പറയുന്നത്? T എന്ന് പറയുന്നത് Mobius ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിൽ നമ്മൾ Γ1 ലെഫ്റ്റ് സൈഡിന് റൈറ്റ് സൈഡിന് എങ്ങോട്ടേക്ക് മാപ്പ് ചെയ്യുന്ന പറയുന്നത് ലെഫ്റ്റും റൈറ്റും. വെച്ചാൽ ലെഫ്റ്റും റൈറ്റും തമ്മിൽ മാറിപ്പോകത്തില്ല. ഫസ്റ്റ് സർക്കിളിൻ്റെ റൈറ്റ് സൈഡിനെ അതിൻ്റെ ഇമേജിന് റൈറ്റ് സൈഡിലോട്ടേക്കും, സെക്കൻഡ് സർക്കിളിൻ്റെ റൈറ്റ് സൈഡിന് ലെഫ്റ്റ് സൈഡിന് അതിൻ്റെ ഇമേജിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ടേക്കും മാപ്പ് ചെയ്യും. ഓക്കെ, എന്ന് വെച്ചാൽ പോയിൻറ്റ്സിൻ്റെ ഇമേജ് എടുത്താലും, നമ്മുടെ Z1 Z2 Z3യുടെ ഇമേജ് എടുത്താലും എന്തായിരിക്കും ഞാൻ പറയുന്നത്? അതിൻ്റെ ഇമേജിനറി ക്രോസ് റേഷ്യോയുടെ ഇമേജിനറി പോയിന്റ് റൈറ്റ് സൈഡിലുള്ളവരുടെ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും, ലെഫ്റ്റ് സൈഡിലുള്ളവരുടെ എന്തായിരിക്കും? ലെസ് ദാൻ 0 ആയിരിക്കും. അതാണ് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത്. എന്ന് വെച്ചാൽ ആ സൈഡ് അവിടെ പ്രിസേർവ് ആവുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പം ഒരു സർക്കിളിൻ്റെ ഇമേജ് സർക്കിൾ എടുത്താലും അപ്പം ഒറിജിനൽ സർക്കിളിൻ്റെ റൈറ്റ് സൈഡായിരിക്കും, അതേ ഭാഗത്തിനായിരിക്കും ഇമേജിനറി പാർട്ടിൻ്റെ റൈറ്റ് സൈഡും വരിക. അതേപോലെ തന്നെ ലെഫ്റ്റ് പാർട്ടിലായിരിക്കും മറ്റേ അതിൻ്റെ ഇമേജിൻ്റെ ലെഫ്റ്റും വരിക. എന്ന് വെച്ചാൽ പോയിൻറ്റ്സ് എന്ത് ചെയ്യുമ്പോൾ പ്രിസർവ് ചെയ്യുന്ന പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞില്ല. സൈഡ് ഓഫ് Γ2 വിത്ത് റെസ്പെക്ട് ടു
with respect to the orientation t z1 t z2 t z3. ഓക്കെ, ഇതാണ് പറയുന്നത്. ശരി, ഇവരുടെ ഓറിയൻറ്റേഷൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും അതേ സംഭവം തന്നെയായിരിക്കും. ഇതിൻ്റെ ഇമേജിൽ എടുത്താൽ ലെഫ്റ്റും റൈറ്റും ആയിട്ട് വരിക. അത് ഓക്കെ എന്ന് വെച്ചാൽ നമുക്കറിയാം ഇവിടെ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുമ്പം ദ സെറ്റ് ഓഫ് ഓൾ സെറ്റ് വിത്ത് ദിസ് Z1 Z2 Z3യുടെ ഇമേജിൻ്റെ പാർട്ട് ഗ്രേറ്റർ ദാൻ 0 ആവണം അല്ലേ. അങ്ങനെയുള്ള സെറ്റുകളായിരിക്കും റൈറ്റിൽ വരിക. ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ സെറ്റ് ഓഫ് ഓൾ സെറ്റ് സച്ച് ദാറ്റ് ക്രോസ് റേഷ്യോ സെറ്റ് Z1 Z2 Z3 ലെസ് ദാൻ അവിടെ ഇമേജ് ലെസ് ദാൻ 0 അങ്ങനെ വരുന്ന സെറ്റുകളായിരിക്കും ലെഫ്റ്റിൽ വരിക. ഇത് തന്നെയായിരിക്കും ഇവിടെ ഇമേജിലും സാറ്റിസ്ഫൈഡ് ആവാനാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് പ്രൂഫ് നോക്കാം. നമ്മൾ പ്രൂഫ് പറയുമ്പം എന്തെടുക്കാം? ലെറ്റ് Γ1 ബി ഒരു സർക്കിളായി നമ്മൾക്കൊരു സർക്കിളായിട്ട് എടുക്കാം. സർക്കിൾ എന്ന് പറയുന്നത് സർക്കിളാണ്. ആൻഡ് Z1 Z2 Z3 എന്താണെന്ന് വിചാരിക്കുക? Γ1ലെ പോയിൻറ്റ്സ് ആണ്. ഓൾസോ ആൻഡ് എന്ത് തന്നിട്ടുണ്ട്? ഈ Z1 പോയിൻ്റ് ആണെന്ന് ഇതിൻ്റെ ആവശ്യമില്ല. സോറി Z1 Z2 Z3 on Γ1 ആൻഡ് ഓർഡർ ട്രിപ്പിൾ Z1 Z2 Z3 എന്താണെന്ന് പറയാം? ബി ദി ഓറിയൻറ്റേഷൻ ഓഫ് ഇതിൻ്റെ ഓറിയൻറ്റേഷൻ എന്ന് പറയാം. ഓക്കെ, ബി ആൻ ഓറിയൻറ്റേഷൻ ഓഫ് Γ1. ഓക്കെ, ഇനി എന്താ എടുക്കേണ്ടത്? നമുക്ക് നമ്മുടെ പണി എന്തുവാ? ഇതിൻ്റെ ലെഫ്റ്റ് റൈറ്റ് സൈഡായിരിക്കും അതിൻ്റെ റൈറ്റിലുണ്ടാവുക. ഇതിൻ്റെ ലെഫ്റ്റ് എന്താണോ അപ്പോൾ അതിൻ്റെ ഇമേജ് എടുക്കുകയാണെങ്കിൽ അതും എന്തായിരിക്കും? അപ്പുറത്തെ ലെഫ്റ്റിലായിരിക്കും. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് റൈറ്റ് സൈഡ് ടേക്സ് ടു റൈറ്റ് സൈഡ്, ലെഫ്റ്റ് സൈഡ് ടേക്സ് ടു ലെഫ്റ്റ് സൈഡ് എന്നാണ് പറയുന്നത് അല്ലേ. എന്ന് വെച്ചാൽ ഇവിടെ റൈറ്റിലത്തെ പോയിന്റ് എടുത്താൽ അതിൻ്റെ ഇമേജും എന്ത് വേണം? ഈ Γ1ലെ റൈറ്റിലത്തെ പോയിന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ Γ1ൻ്റെ ഇമേജായ Γ2ൻ്റെ റൈറ്റിലായിരിക്കും ഈ പോയിന്റിന് ഇമേജ് വരേണ്ടത്. ഓക്കെ, ഇപ്പോൾ സെഡ് ഇപ്പോൾ നമ്മൾ റൈറ്റിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ TZ എവിടെ വരണം? അതിൻ്റെ Γ1ൻ്റെ റൈറ്റിൽ വരണം. അതേപോലെ ലെഫ്റ്റിൽ നമ്മളൊരു സെഡ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇമേജ് TZോ ഈ Γ2ൻ്റെ ഇമേജിൽ വരണം. ഓക്കെ, എന്താണ് കാണിക്കുക? അപ്പോൾ ടേക്ക് സെഡ്, നമുക്കൊരു സെഡ് എടുക്കാം. ടേക്ക് സെഡ്, നമുക്ക് ലെഫ്റ്റിൽ എന്ത് ചെയ്യാം? ഒരു പോയിന്റ് എടുക്കാം കേട്ടോ. ലെറ്റ് സെഡ് ഓൺ ടേക്ക് സെഡ് ഓൺ ദി റൈറ്റ് സൈഡ് ഓഫ് Γ1. ഓക്കെ, നമ്മൾ Γ1ൻ്റെ നമ്മുടെ സർക്കിളിൻ്റെ റൈറ്റിൽ നിന്ന് ഒരു പോയിന്റ് ഇട്ടു. അങ്ങനെയാണെങ്കിൽ ബൈ ഡെഫിനിഷൻ വെച്ച് നമുക്ക് എന്തറിയാം? ബൈ ഡെഫിനിഷൻ ഓഫ് നമുക്കറിയാം ബൈ ഡെഫിനിഷൻ ഓഫ് റൈറ്റ് സൈഡ് ഓഫ് Γ1ൻ്റെ റൈറ്റ് സൈഡിലാണെങ്കിൽ റൈറ്റ് സൈഡ് ഓഫ് Γ1 ആണെങ്കിൽ എന്തായിരിക്കും? എന്താ ഡെഫിനിഷൻ? സെറ്റ് ഓഫ് ഓൾ സെഡ് സച്ച് ദാറ്റ് ഇമേജിനറി പാർട്ട് ഓഫ് സെഡ് Z1 Z2 Z3 ഇവരുടെ ഇമേജിനറി പാർട്ട് എന്തായിരിക്കും? ഇവിടെ വിൽ ബി ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. നമുക്കറിയാം അല്ലേ. ഓക്കെ, കാരണം റൈറ്റ് സൈഡിലെ പോയിന്റ് ആണെങ്കിൽ ഈ പോയിന്റ് എവിടെ കിടക്കും? ഇറ്റ് ബിലോങ്സ് ടു ദിസ് സെറ്റ് അല്ലേ. എന്തായിരിക്കും? ഈ ഒരു റൈറ്റ് സൈഡിലെ പോയിന്റ് എടുക്കുകയാണെങ്കിൽ ആ പോയിന്റ് വിത്ത് ആ ഓറിയൻറ്റേഷനിലെ പോയിന്റ്സിൻ്റെ ക്രോസ് റേഷ്യോയുടെ ഇമേജിനറി പാർട്ട് എന്താവണം? ഗ്രേറ്റർ ദാൻ 0 ആവണം. ഓക്കെ, ആൻഡ് നമുക്ക് ഓൾറെഡി അറിയുന്നൊരു കാര്യമാണ് മക്കളെ, ഈ ക്രോസ് റേഷ്യോ ഇല്ലേ സെഡ് Z1 Z2 Z3 ഇതും ഇവരുടെ ഇമേജിൻ്റെ ക്രോസ് റേഷ്യോ എന്തായിരിക്കും? ഇവിടെ സെയിം ആയിരിക്കും. കാരണം നമുക്കറിയാം എന്ത് TZ2 കാരണം നമുക്കറിയാം ക്രോസ് റേഷ്യോ ഇസ് ഇൻവാരിയൻ്റ് അണ്ടർ മോബിയസ് ട്രാൻസ്ഫോർമേഷൻ അല്ലേ. അതുകൊണ്ട് ഇവരുടെ ക്രോസ് റേഷ്യോയും ഇവരുടെ ഇമേജിൻ്റെ ക്രോസ് റേഷ്യോ എന്തായിരിക്കും? സെയിം ആയിരിക്കും. സോ ശ്രദ്ധിച്ചോളൂ, ഇവിടെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നതിന് വരും? ഇതിൻ്റെ പ്രൂഫും കൂടെ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരും കേട്ടോ. ഈ റിസൾട്ടേ നമ്മൾ എടുക്കുന്നുള്ളൂ പുറത്തു നിന്ന്. സോ പ്രൂഫിൽ ഇത് മതി. ഓക്കെ, എന്ന് വെച്ചാൽ അഡീഷണലി ഈ ക്രോസ് റേഷ്യോ ഇൻവാരിയൻ്റ് ആണെന്നുള്ള പ്രൂഫ് മാത്രമേ ഇവിടെ അഡീഷണലി നമ്മൾ ചേർക്കേണ്ട ആവശ്യമുള്ളൂ, വേറെ ഒന്നും വേണ്ടേ. അപ്പോൾ അതെന്തായാലും എഴുതണം കേട്ടോ. മോബിയസ് മാപ്പിൽ ക്രോസ് റേഷ്യോ ഇൻവാരിയൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഇതിൻ്റെ ക്രോസ് റേഷ്യോ ഇതിൻ്റെ ഇമേജ് ക്രോസ് റേഷ്യോന് ഈക്വൽ അല്ലേ? ഈക്വൽ ആണ്. പിന്നെ ഓൾസോ നമ്മൾ പറഞ്ഞിട്ടുണ്ട് രണ്ട് ക്രോസ് റേഷ്യോസ് ഈക്വൽ ആണെങ്കിൽ അവരുടെ ഇമേജസും ഈക്വലാണ്. നമ്മൾ ഇന്നലെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ എന്തായിരിക്കും? ഈ രണ്ട് ക്രോസ് റേഷ്യോയുടെ ഇമേജിനറി പാർട്ടും സെയിം ആയിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയേ, ലെഫ്റ്റ് സൈഡിൻ്റെ ഇമേജിനറി പാർട്ട് പോസിറ്റീവാണെന്ന് നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയിട്ടേ ഉള്ളൂ അല്ലേ. കാരണം സെഡ് റൈറ്റ് സൈഡിലെ പോയിൻ്റ് ആയതുകൊണ്ട് ഈ ക്രോസ് റേഷ്യോ ഇമേജിൻ്റെ Z1 Z2 Z3 ക്രോസ് റേഷ്യോ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 എന്ന് ഇപ്പോൾ പറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്കറിയാം ഗിവൺ എന്ന്, കാരണം നമ്മൾ സെഡ് റൈറ്റ് സൈഡിൽ നിന്ന് എടുത്തത് കൊണ്ട് തന്നെ ഈ സെഡ് വെച്ചുള്ള ക്രോസ് റേഷ്യോയുടെ ഇമേജിനറി പാർട്ട് എവിടെയായിരിക്കും വരിക? ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0 നമ്മളിപ്പോൾ പറഞ്ഞുള്ളൂ. ബിക്കോസ് സെഡ് ബിലോങ്സ് ടു റൈറ്റ് സൈഡ് അല്ലേ. അപ്പം ഇത് ലെഫ്റ്റ് സൈഡ് പോസിറ്റീവ് ആണെങ്കിൽ റൈറ്റ് സൈഡ് എന്തായിരിക്കണം? സ്വാഭാവികമായിട്ടും പോസിറ്റീവ് ആവണ്ടേ? സ്വാഭാവികമായിട്ടും പോസിറ്റീവ് ആവണം. അപ്പോൾ TZ2 TZ3 എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 0. മക്കളെ, ഈ ക്രോസ് റേഷ്യോ ഗ്രേറ്റർ ദാൻ 0 എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? ഇതിലെ പോയിന്റ് ആരാണ്? TZ അല്ലേ. TZ എവിടെ കിടക്കണം?
എവിടെ കിടക്കണം? ആലോചിച്ച് നോക്കിയേ. നമ്മൾ എപ്പോഴാണ് ക്രോസ് റേഷ്യോയുടെ ഇമേജ് ഗ്രേറ്റർ ദാൻ 0 എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? ദാറ്റ് പോയിന്റ് ദാറ്റ് സെറ്റ് വിൽ ബിലോങ്സ് ടു റൈറ്റ് സൈഡ് അല്ലേ? ഇവിടെ ടി സെഡിൻ്റെ ക്രോസ് റേഷ്യോ, ടി സെഡ് വെച്ചുള്ള ക്രോസ് റേഷ്യോ ഗ്രേറ്റർ ദാൻ 0 ആണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ടി സെഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈസ് ഓൺ ദി റൈറ്റ് സൈഡ് ആയിരിക്കും. എവിടെ Z1 ഗാമ വണ്ണിലാണോ? അല്ല, റൈറ്റ് സൈഡ് ഓഫ് എവിടെ? ഗാമ വണ്ണിലാണോ? ടി സെഡ് സെഡാണ് ഗാമ വണ്ണ്. ടി സെഡോ? ടി ഓഫ് ഗാമ വണ്ണിൻ്റെ റൈറ്റ് സൈഡിലായിരിക്കും. ഓക്കെ, ഈ ടി ഓഫ് ഗാമ വൺ ആരാ നമുക്കറിയാം? ടി ഓഫ് ഗാമ വൺ ഈസ് ഈക്വൽ ടു ഗാമ ടു ആ നമുക്കറിയാം അല്ലേ? നമുക്ക് തന്നിട്ടുണ്ട്. ടി ഓഫ് ഗാമ വൺ ഈക്വൽ ടു ഗാമ ടു ആണ് അല്ലയോ? സോ നമുക്ക് എന്ത് പറയാടാ? വിച്ച് ഇംപ്ലൈസ് ടി സെഡ് ഈസ് ഓൺ ദി റൈറ്റ് സൈഡ് ഓഫ് ടി ഗാമ വൺ വെച്ചാൽ ഗാമ ടു ആണ്. ഗാമ ടു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തുവാ? ഗാമ ടു വിത്ത് റെസ്പെക്ട് ടു എന്ത് ഓറിയൻറ്റേഷൻ? ഏതെങ്കിലും ഗാമ ടുവിൻ്റെ ഓറിയൻറ്റേഷൻ എന്തായിരിക്കും? വിത്ത് റെസ്പെക്ട് ടു ദ ഓറിയൻറ്റേഷൻ. ഇപ്പോൾ ടി സെഡിൻ്റെ കൂടെ എടുത്ത പോയിന്റ്സ് ആരാണ്? ടി സെഡ് 1, ടി സെഡ് 2, ടി സെഡ് 3 അല്ലേ? ഓറിയൻറ്റേഷൻ ടി സെഡ് 1, ടി സെഡ് 2, ടി സെഡ് 3. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടിയടാ? സെഡ് നമ്മൾ ഗാമ വണ്ണിലെ റൈറ്റിലത്തെ ഒരു പോയിന്റ് എടുത്തപ്പോൾ അതിൻ്റെ ഇമേജ് ടി സെഡോ? ഗാമ വണ്ണിൽ റൈറ്റ് സൈഡ് നമ്മൾ സെഡ് എന്നുള്ള ഒരു പോയിന്റ് എടുത്തപ്പോൾ അതിൻ്റെ ഇമേജ് ആയുള്ള ടി സെഡ് എവിടെ കിടക്കുന്നു? ഗാമ ടുവിൻ്റെ റൈറ്റ് സൈഡ് കിടക്കുന്നതായിട്ട് കാണാം. എന്ന് വെച്ചാൽ ദാറ്റ് പ്രിസേർവ്സ് അല്ലേ? ടി അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ലെഫ്റ്റും റൈറ്റും അവിടെ പ്രിസർവ് ചെയ്യുന്നുണ്ട്. നമ്മുടെ മൊബൈൽസ് ട്രാൻസ്ഫോർമേഷൻ അവിടെ ലെഫ്റ്റും റൈറ്റും എന്ത് ചെയ്യുന്നുണ്ട്? പ്രിസർവ് ചെയ്യുന്നുണ്ട്. ഇതേപോലെ സിമിലർലി നമുക്ക് എന്ത് പറയാം? റൈറ്റ് പ്രിസർവ് ചെയ്ത പോലെ ലെഫ്റ്റ് എടുത്തൂടെ? ലെഫ്റ്റ് എടുക്കാം. സെഡ് എന്ത് പറയാം? സെഡ് ഈസ് ഓൺ ടേക്ക് സെഡ് ഫ്രം ലെഫ്റ്റ് സൈഡ് ഓഫ് ഗാമ വൺ അല്ലേ? അങ്ങനെയാണെങ്കിൽ ബൈ ഡെഫിനേഷൻ നമുക്ക് എന്ത് പറയാടാ? സെറ്റ് ഓഫ് ഓൾ സെഡ് സച്ച് ദാറ്റ് ഇമേജിനറി പാർട്ട് ആണ് ഈ സെഡ് വെച്ചിട്ടുള്ള ഈ ക്രോസ് റേഷ്യോ ഓറിയൻറ്റേഷനിലെ പോയിൻറ്റ്സിൻ്റെ ക്രോസ് റേഷ്യോയുടെ വാല്യൂ എന്താവണം? ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ എന്താവണം? ഇറ്റ് മസ്റ്റ് ബി ലെസ് ദാൻ 0 അല്ലേ? അഗെയിൻ സെയിം സ്റ്റെപ്പ് റിപ്പീറ്റ്. ഒരു പണിയില്ല. എന്താണ് ഇവരുടെ ക്രോസ് റേഷ്യോ എന്ന് പറയുന്നത്? ഇവരുടെ ഇമേജിന് ഈക്വൽ അല്ലേ? ഇവരുടെ ഇമേജിൻ്റെ ക്രോസ് റേഷ്യോന് ഈക്വൽ ആയിരിക്കും. ബിക്കോസ് എന്താണ്? ക്രോസ് റേഷ്യോ ഈസ് ഇൻവാരിയൻ്റ് ആൻഡ് മൂവിയസ് ട്രാൻസ്ഫോർമേഷൻ അല്ലേ? ഇത് ഇമേജ് അപ്പം ഇവരുടെ അപ്പം അങ്ങനെയാണെങ്കിൽ ക്രോസ് റേഷ്യോ ഈക്വൽ ആണെങ്കിൽ അവിടെ ഇമേജിനറി പാർട്ടും ഈക്വൽ ആവണ്ടേ? ഇമേജിനറി പാർട്ടും ഈക്വൽ ആയിരിക്കും. അപ്പം ലെഫ്റ്റ് സൈഡത്തെ ഇമേജിനറി പാർട്ട് എന്താണ്? ലെസ് ദാൻ 0 എന്ന് തന്നിട്ടുണ്ട് അല്ലേ? സെയിം സ്റ്റെപ്പ് ആട്ടോ. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറേയൊക്കെ കട്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ടൈം കിട്ടാണ്ട് വരികയാണെങ്കിൽ പഠിക്കുമെന്ന് കുറേയൊക്കെ ചുരുക്കം ഡയറക്റ്റായിട്ട് എഴുതാട്ടോ. ഇതൊക്കെ സെയിം റിപ്പീറ്റേഷൻ സ്റ്റെപ്സ് ആണ്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രമേ ഞാൻ എഴുതുന്നുള്ളൂ കേട്ടോ. സോ എന്ത് കിട്ടി? അപ്പോൾ ലെഫ്റ്റ് സൈഡ് ലെസ് ദാൻ 0 ആയതുകൊണ്ട് തന്നെ റൈറ്റ് സൈഡ് ഒബ്വിയസ്ലി ലെസ് ദാൻ 0 ആയിരിക്കുമല്ലോ. സോ ഇമേജ് ഓഫ് ടി സെഡ് 1, ടി സെഡ് 2, ടി സെഡ് 3 എന്താണ്? ലെസ് ദാൻ 0 എന്ന് കിട്ടി. അതിൻ്റെ അർത്ഥം എന്തുവാ? ടി സെഡ് എന്ന് പറയുന്നത് എവിടെ കിടക്കും? ടി സെഡിൻ്റെ ക്രോസ് റേഷ്യോയുടെ ഇമേജിനറി പാർട്ട് ലെസ് ദാൻ 0 ആണ്. ടി സെഡ് എവിടെ കിടക്കും? ടി സെഡ് ഈസ് ഓൺ ലെഫ്റ്റ് സൈഡ് അല്ലേ? ടി സെഡ് ഈസ് ഓൺ ദി ലെഫ്റ്റ് സൈഡ് ഓഫ് എവിടെ? ഗാമ ടുയുടെ ലെഫ്റ്റ് സൈഡ് ആയിരിക്കും വിത്ത് റെസ്പെക്ട് ടു ഓറിയൻറ്റേഷൻ. ഏത് ഓറിയൻറ്റേഷൻ ആയിക്കടാ? ഇപ്പോൾ ടി സെഡിൻ്റെ കൂടെ ക്രോസ് റേഷ്യോ എടുത്ത ടി സെഡ് 1, ടി സെഡ് 2, ടി സെഡ് 3 അല്ലേ? വിത്ത് റെസ്പെക്ട് ടു ദ ഓറിയൻറ്റേഷൻ ടി സെഡ് 1, ടി സെഡ് 2, ടി സെഡ് 3. അപ്പം എന്ത് കിട്ടി? റൈറ്റ് സൈഡിലെ പോയിന്റ് കിട്ടിയപ്പം അതിൻ്റെ ഇമേജും റൈറ്റ് സൈഡിലുണ്ടെന്ന് കിട്ടി. അതേപോലെ ലെഫ്റ്റ് സൈഡിൻ്റെ പോയിന്റ് എടുത്താൽ ഇമേജും എന്താണ്? ലെഫ്റ്റ് സൈഡിലുണ്ടെന്ന് കിട്ടി. ഓക്കെ, സോ നമുക്ക് എന്ത് പറയാടാ? ടി പ്രിസർവ്സ്. അതിൻ്റെ ആവശ്യം വേണമെന്നില്ല. നമുക്ക് ജസ്റ്റ് ഇത് മതി. ഇപ്പം സ്റ്റോപ്പ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഓറിയൻറ്റേഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, താങ്ക് യു.